കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ശബരിമലയിലെ സ്വർണം പൂശിയ വിഗ്രഹങ്ങൾ, വാതിലുകൾ, കട്ടിളപ്പാളികൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിലും സംരക്ഷണത്തിലും നടന്നതായി ആരോപിക്കപ്പെടുന്ന കവർച്ചാ ശ്രമങ്ങളെക്കുറിച്ചുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഭരണപക്ഷത്തിന് നേരെയുള്ള പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് നിയമപരമായി സാധുത നൽകിയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഹൈക്കോടതിയുടെ കണ്ടെത്തലുകളെ മുൻ ദേവസ്വം ബോർഡിനും നിലവിലെ ഭരണകൂടത്തിനും എതിരായുള്ള ശക്തമായ ആയുധമായി മാറ്റിയിരിക്കുന്നു. ഈ വിഷയം കേവലം ദേവസ്വം ബോർഡ് തലത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ എന്നതിൽ നിന്ന് മാറി അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത്, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒത്താശ, CPM സർക്കാർ ബന്ധം എന്നിവയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. ഹൈക്കോടതിയുടെ വിധിയിലൂടെ പുറത്തുവന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭരണനിർവഹണത്തിലെ സുതാര്യതയും വിശ്വസ്തതയും ചോദ്യം ചെയ്യുകയും ശബരിമല പോലുള്ള ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രത്തിലെ അമൂല്യ വസ്തുക്കളുടെ സംരക്ഷണത്തിൽ ഭരണകൂടത്തിന് സംഭവിച്ച വീഴ്ചകളെ അടിവരയിടുകയും ചെയ്യുന്നു. പ്രതിപക്ഷം വർഷങ്ങളായി ഉന്നയിച്ചു വരുന്ന ആശങ്കകൾക്ക് ആധികാരികമായി അടിത്തറ നൽകുന്നതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ. കോടതിയുടെ കണ്ടെത്തലുകൾ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷം ഉന്നയിച്ചതിനേക്കാൾ രൂക്ഷമായ ഭാഷയിലുള്ളതാണ്. ദ്വാരപാലക വിഗ്രഹങ്ങൾ മാത്രമല്ല, കട്ടിളപ്പടിയും ശ്രീകോവിലിലെ വാതിലുകളിലും ക്ലാഡ് ചെയ്ത സ്വർണം വരെ അടിച്ചു മാറ്റിയെന്ന് ഹൈക്കോടതി ആശങ്ക പ്രകടിപ്പിച്ചു. ഇത് കേവലം വിഗ്രഹങ്ങളിൽ ഒതുങ്ങുന്ന ഒരു നഷ്ടമല്ലെന്നും ശ്രീകോവിലിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആസൂത്രിതമായ കളവാണ് നടന്നതെന്നും സംശയിക്കുന്നു.